മേൽക്കൂര തകർന്നു വീണ ആലപ്പുഴ കാർത്തികപ്പള്ളി സ്കൂളിൽ വലിയ പ്രതിഷേധം. CPIM പ്രവർത്തകർ മാധ്യമപ്രവർത്തകനെ തടഞ്ഞുവച്ചു. കാർത്തികപ്പള്ളിയിൽ നിന്ന് ചേരുന്ന അശ്വിൻ പാലാഴയാണ്. അശ്വിൻ, കുറച്ചു മുമ്പ് വിവരങ്ങൾ നൽകിയിരുന്നു. ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ്? സ്മിത, നിലവിൽ കുട്ടികൾ സ്കൂളിലേക്ക് എത്തുന്ന സമയമാണ്. കുട്ടികൾക്ക് സ്കൂളിലേക്ക് കയറാൻ പോലും തടസ്സം സൃഷ്ടിച്ചാണ് പ്രദേശത്തെ പ്രാദേശിക CPIM പ്രവർത്തകർ ഗേറ്റിന് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ ഈ ദൃശ്യങ്ങൾ ഇന്നിപ്പോൾ BJPയുടെയും കോൺഗ്രസിൻ്റെയും അടക്കം പ്രതിഷേധ മാർച്ചുകൾ സ്കൂളിലേക്കുണ്ട്. അത് തടയാനാണ് CPIM പ്രവർത്തകർ ഇന്ന് കൂട്ടമായി എത്തിയിരിക്കുന്നത്. കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോലും കയറാൻ കഴിയാത്ത തരത്തിലാണ് സ്കൂളിന് മുന്നിൽ അവർ തടിച്ചുകൂടി നിൽക്കുന്നത്. എന്തായാലും സ്കൂളിൻ്റെ പ്രവർത്തനമാകെ തടസ്സപ്പെടുന്ന രീതിയിലാണ് ഈ CPIM പ്രവർത്തകരുടെ രാഷ്ട്രീയ പ്രതിരോധം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വളരെ ബുദ്ധിമുട്ടിയാണ് മാതാപിതാക്കൾ കുട്ടികളെയും കൊണ്ട് ഈ ഗേറ്റ് കടന്ന് സ്കൂളിനുള്ളിലേക്ക് വരുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ പ്രാദേശിക നേതാക്കളാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാനെത്തിയ മീഡിയ വണ്ണിൻ്റെ മാധ്യമ പ്രവർത്തകനെ ഇവർ തടഞ്ഞു വയ്ക്കുകയും ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം രാവിലെ ചില മരുന്ന് കഴിക്കുന്ന ആളാണ്. മരുന്ന് കഴിക്കാൻ വേണ്ടി പുറത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനത്തിലേക്ക് പോയ ആളാണ്. തിരികെ വന്ന വഴിയാണ് അദ്ദേഹത്തെ തടഞ്ഞു വയ്ക്കുകയും പുറത്തേക്ക് അകത്തേക്ക് പോകാൻ കഴിയില്ല എന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്തത്. എന്തായാലും അങ്ങനെ അത്തരത്തിലുള്ള ഭീഷണിയുമായി ഇപ്പോഴും CPIM പ്രവർത്തകർ ഈ സ്കൂളിന് മുന്നിൽ തടിച്ച് കൂടിയിരിക്കുകയാണ്. അവരിപ്പോഴും തമ്പടിച്ചിരിക്കുകയാണ്. നിലവിൽ പോലീസിന് ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു ഇതാണ്. നിലവിൽ ഇവിടുത്തെ പ്രാദേശിക CPIM പ്രവർത്തകരാണ്. ഇന്നലെ മുതിർന്ന CPIM നേതാക്കളെത്തി കാര്യത്തിൽ മാധ്യമങ്ങളുമായി കൃത്യമായ ആശയവിനിമയം നടത്തുകയും മാധ്യമങ്ങൾക്ക് കൃത്യമായ ഇടപെടലുകൾ നടത്തി കാര്യങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്തതാണ്. അതിന് പുറമെയാണ് ഇന്നിപ്പോൾ പ്രതികൂലമായ ഇടപെടലുമായി ഒരു ഭീഷണിയുടെയും പ്രകോപനത്തിൻ്റെയും സ്വരവുമായി പ്രാദേശിക CPIM പ്രവർത്തകർ ഈ സ്കൂളിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ന് വീണ്ടും സുഗമമായി പ്രവർത്തിക്കേണ്ട സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെ ആകെ താറുമാറാക്കുന്ന നിലയിലാണ് പ്രാദേശിക CPIM നേതൃത്വത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ TK ദേവകുമാർ MLA അടക്കം ഈ സ്കൂൾ സുഗമമായി പ്രവർത്തിക്കാൻ ഇവിടുത്തെ CPIMകാരെ കൊണ്ട് ഇടപെടിച്ച് അകത്ത് കിടന്ന ബെഞ്ചുകളും ഡെസ്കുകളും എല്ലാം കൃത്യമായ രീതിയിൽ സ്കൂളിനുള്ളിലേക്ക് കയറ്റിയും ഒക്കെ സ്കൂളിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് വേണ്ടി രാത്രി കഷ്ടപ്പെട്ട ആളുകളാണ്. അവരുടെ കഷ്ടപ്പാടുകളെപ്പോലും ഇല്ലാതാക്കുകയാണ് ഈ പ്രാദേശിക CPIM നേതാക്കൾ എന്നുള്ള കാര്യത്തിൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. എന്തായാലും ആ ഇടപെടൽ വിദ്യാഭ്യാസ രംഗത്തെ ആകെ കൂടി തകർക്കുന്ന രീതിയിൽ ഇവിടുത്തെ പ്രാദേശിക നേതൃത്വത്തിൻ്റെ ഇടപെടൽ പോകുന്നു. CPIMൻ്റെ മുതിർന്ന മേൽഘടകങ്ങൾ ഈ വിഷയത്തിൽ എങ്ങനെ ഇടപെടും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും പ്രതിഷേധ മാർച്ചുകൾ വരാനിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഇന്ന് മാധ്യമങ്ങൾക്കെതിരെ വന്നത് നിബു എന്ന ചിങ്ങോലി പഞ്ചായത്ത് അംഗമാണ്. സ്കൂളിരിക്കുന്ന വാർഡിൻ്റെ മെമ്പറാണ്. അദ്ദേഹം പറയുന്നത് മാധ്യമങ്ങൾ ഈ സ്കൂളിനകത്ത് കയറിയാൽ അത് സ്കൂളിനെ പ്രതികൂലമായി ബാധിക്കും, പ്രവർത്തനത്തെ ബാധിക്കും എന്നുള്ളതാണ്. അതേ പഞ്ചായത്ത് അംഗം നിബുവിൻ്റെ മറ്റൊരു ദൃശ്യങ്ങൾ കൂടി നമ്മൾ പ്രേക്ഷകരെ കാണിക്കേണ്ടതാണ്. ഇന്നലെ ഈ സ്കൂളിലേക്ക് പ്രതിഷേധ പ്രകടനമായി എത്തിയ നിബുവിൻ്റെ നേതൃത്വത്തിലുള്ള CPIM പ്രവർത്തകർ ഈ സ്കൂളിൽ കാണിച്ചുകൂട്ടിയ അക്രമങ്ങളുടെ ദൃശ്യങ്ങൾ ഇപ്പോഴും ലഭ്യമാണ്. അത് ഏത് തരത്തിലാണ് നിബു ഇന്നലെ പ്രതികരിച്ചത് എന്നുള്ളതും വ്യക്തമാണ്. ഇന്നലെ പോലീസ് അദ്ദേഹത്തെ തടഞ്ഞു നീക്കുന്നതും കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുന്നതും അടക്കമുള്ള ദൃശ്യങ്ങൾ ഇന്നലെ തത്സമയം ജനങ്ങൾ കണ്ടതാണ്. വേണമെങ്കിൽ അത് ഒരിക്കൽ കൂടി പ്രേക്ഷകരെ കാണിക്കാവുന്നതുമാണ്. അങ്ങനെ എന്തായാലും ഇപ്പോൾ ആ ഭീഷണി ഇപ്പോഴും തുടരുന്നു. CPIM പ്രവർത്തകർ ഇപ്പോഴും ഈ സ്കൂളിന് മുന്നിൽ തടിച്ചുകൂടി നിൽക്കുകയാണ്. സ്കൂളിൻ്റെ പ്രവർത്തനം ഒരു തരത്തിൽ തടസ്സപ്പെടുന്ന രീതിയിൽ ഇപ്പോഴും അവരുടെ ഇടപെടൽ തുടരുകയാണ്. സ്മിത. അശ്വിൻ, ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ CPIM പ്രവർത്തകർ അല്ലെങ്കിൽ പ്രാദേശിക പ്രവർത്തകർ അവരുടെ ഒരു നിലപാട് ഇങ്ങനെയാണെങ്കിൽ സ്കൂൾ അധികൃതർ, അവിടുത്തെ ഹെഡ് മാസ്റ്റർ, അധ്യാപകർ, രക്ഷകർത്താക്കൾ ഇവരൊക്കെ എന്താണ് പറയുന്നത്? നിലവിൽ അവർക്ക് ഈ സ്കൂളിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താതെ ഇത് മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹം അവർ നമ്മളെ അറിയിക്കുകയും നമ്മൾ അതുമായി സഹകരിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഈ സ്കൂളിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ സഹകരിക്കാത്തത് CPIMൻ്റെ പ്രാദേശിക നേതൃത്വം തന്നെയാണ്. എന്തായാലും ഇന്നലെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻ MLA, ഹരിപ്പാട് മുൻ MLA, ഇപ്പോൾ കെയർ ബോർഡിൻ്റെ അംഗവുമൊക്കെ ആയിട്ടുള്ള TK ദേവകുമാർ, അദ്ദേഹം കൃത്യമായ ഇടപെടൽ നടത്തി ഒരു തരത്തിലും സ്കൂളിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ആരുടെയും പ്രവർത്തനം ഉണ്ടാവരുത് എന്ന് CPIM പ്രവർത്തകർക്കടക്കം നിർദ്ദേശം നൽകിയതാണ്. എന്നിട്ടും രാവിലെ ഇത്തരത്തിൽ പ്രകോപനവുമായി എത്തിയ ഒരു വിഭാഗം ആളുകൾ എന്താണ് അവരുടെ ഉദ്ദേശം എന്നിട്ടും നമുക്ക് വ്യക്തമാകുന്നില്ല. എന്തായാലും ഇപ്പോൾ രക്ഷിതാക്കളും കുട്ടികളുമടക്കം ഈ CPIM പ്രവർത്തകരുടെ ഭീഷണിയെ തുടർന്ന് സ്കൂളിനുള്ളിൽ തന്നെ തുടരുകയാണ്. ക്ലാസ്സുകൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്നൊരു ആശങ്ക ഇവരുടെ ഇടപെടലിൽ ഇപ്പോഴുമുണ്ട്. ഒരു തരത്തിൽ ഈ സ്കൂള് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനെ ഒരുപക്ഷെ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഇടപെടൽ എന്തിനവർ നടത്തുന്നു എന്നുള്ള ചോദ്യമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ സ്കൂളിൻ്റെ SMC അത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ്. മറ്റൊന്ന് പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. മറ്റൊന്ന് ഈ ഹരിപ്പാട് മണ്ഡലം MLA രമേശ് ചെന്നിത്തലയാണ്. അതുകൊണ്ടൊക്കെ ഈ സ്കൂളിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയാൽ അവരുടെ മുകളിലേക്ക് ഏതെങ്കിലും തരത്തിൽ കുറ്റം ചാർത്താനാകുമോ എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇവർക്കുണ്ടോ എന്നുള്ളതൊക്കെയാണ് കോൺഗ്രസ് നിലവിൽ ആരോപിക്കുന്നത്. എന്തായാലും അനാവശ്യമായ പ്രകോപനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിലവിൽ തടഞ്ഞുവെച്ച മാധ്യമപ്രവർത്തകനെ രാവിലെ
രാവിലെ ഈ പഞ്ചായത്ത് അംഗം നിപുവിൻ്റെ നേതൃത്വത്തിൽ മർദ്ദിക്കാനുള്ള ശ്രമങ്ങളും നടന്നിരുന്നു. എന്തായാലും അതിന് പിന്നാലെയാണ് ഈ ഒരു ഭീഷണിയും പ്രകോപനവും ഒക്കെ ഇപ്പോഴും തുടരുന്നത്. സ്മിത, ഇതിപ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിൽ ഇതെന്തിനാണ് മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയതെന്ന് മനസ്സിലാകുന്നില്ല. വളരെ പോസിറ്റീവായിട്ട് ആ സ്കൂളിൻ്റെ പ്രവർത്തനം നിന്ന് വീണ്ടും തുടങ്ങുന്നു എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യാൻ ചെന്ന മാധ്യമപ്രവർത്തകരെയാണ് തടഞ്ഞു വെച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നിപ്പോൾ ആ കുട്ടികളും അധ്യാപകരും ഒക്കെ തന്നെ വലിയൊരു ആശങ്കയിലായിരിക്കുകയാണ്. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.